സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കുഞ്ഞ് സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം നനവൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. റവ ഫൈനായിട്ട് പൊടിയില്ല, പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് റവയും ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി നമുക്കതിനെ നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്താലും മതിയാകും. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മണവും ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിൽ മുഴുവനായിട്ട് ഈ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. വിസ്ക് തന്നെ വേണമെന്നില്ല, സ്പാച്ചുല വെച്ചായാലും മിക്സ് ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. ഇപ്പോൾ തിളപ്പിച്ചാറിയ പാലായാലും ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചേർത്തതിന് ശേഷം അതിലെ കട്ടകളെല്ലാം അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലും ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും, പക്ഷേ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ പാല് കുറച്ച് കൂടി പോയില്ലേ എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇത് നന്നായിട്ട് റവ ഈ വാട്ടർ മുഴുവനായിട്ടും അങ്ങ് അബ്സോർവ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഇല്ല എങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. കറക്റ്റ് പരുവത്തിനായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ റവയെല്ലാം കുതിർന്ന് റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്കിതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിതിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മുടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട കെട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അരിച്ചാകുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി നമുക്കിതിനെ സ്ലോലി ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ. വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ബെൽ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാനിതിൽ വീഡിയോ എടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇതിലേക്ക് മസ്റ്റർഡ് യെല്ലോയുടെ 1 ഡ്രോപ്പ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടി നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ മഹിളാമണിക്ക് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനായിട്ട് കുറച്ചൊന്ന് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ഡയറക്റ്റ് ഇടരുത്. അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിന്നിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഞാൻ ലാസ്റ്റ് ഇട്ട മീഷോ ഹോൾ വീഡിയോയിൽ ഈ ഉണ്ണിയപ്പച്ചട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്കാണ്, എന്നാലും ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ ബാറ്റർ വീതം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്തിട്ട് ഇതിൽ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം അപ്പോഴേക്കും നമ്മളൊരു പഴയ തവ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ, അതിൽ കൂടുതൽ ടൈം വേണ്ട. അപ്പോഴേക്കും കുക്കായി കിട്ടും. നമുക്ക് പിന്നെ അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യുന്ന കാര്യമൊന്നും ഒരു പാടുമില്ല. ആ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ തന്നെ അതിന് വിട്ട് കിട്ടും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ്, ഇല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കഴിക്കാത്ത മഹിളാമണിക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കുറച്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കസ്റ്റർഡ് കേക്കാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.